ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരളത്തിലെ നദികളെ കുറിച്ചിട്ടുള്ള ഒരു 100 ചോദ്യോത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ നദികളെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ആണ്. അതായത് LGSനും അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ഇപ്പോൾ വരാൻ പോകുന്ന PSC എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. ഇതിന് മുമ്പ് നമ്മൾ നദികളുടെ കുറിച്ചിട്ട് മൊത്തം ക്ലാസ് ഇട്ടിട്ടുണ്ട്. എന്നാൽ കൂടി നമ്മൾ പുതിയ എക്സാമുകൾ വരുന്നതിനനുസരിച്ച് വീണ്ടും ക്ലാസ്സുകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് ഏത് പർവ്വതനിരയിൽ നിന്നാണ്? നിരയിൽ നിന്നാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അല്ലേ? കേരള സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം എത്ര കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത്? 15 കിലോമീറ്ററിലധികം. അപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ 44 നദികളാണുള്ളത്. ആ 44 നദികൾ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം അറബിക്കടലിൽ പതിക്കുന്നവയാണ് എന്ന് നമ്മൾ പറഞ്ഞു. നദികളായി കണക്കാക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അതിന് 15 കിലോമീറ്ററിലധികം നീളം വേണം എന്നുള്ളതാണ്. ഇവയെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലെ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്നതായാലും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി എന്നിവയെല്ലാം ചോദിച്ചു പറഞ്ഞാൽ അത് ഏതാണ്? പെരിയാർ നദിയാണ്. പെരിയാർ നദിയുടെ നീളം നമ്മൾ പഠിച്ചു വെക്കണം. 244 കിലോമീറ്ററാണ് പെരിയാർ നദിയുടെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് പെരിയാർ എന്ന് പറയുന്നത്. പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിലാണ് എന്ത് പതിക്കുന്നത്? പെരിയാർ പതിക്കുന്നത്. അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ പരാമർശിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചൂർണി എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. അതിന് 16 കിലോമീറ്റർ മാത്രമാണ് നീളമുള്ളത്. അപ്പോൾ 15 കിലോമീറ്ററിൽ കൂടുതലുള്ളവയാണ് നമ്മൾ നദിയായി കണക്കാക്കുക. അപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി ഏതാണ്? അത് നമ്മൾ പറഞ്ഞു. ഏറ്റവും വലിയ നദിയായ പെരിയാറാണ്. 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അതും പെരിയാറാണ്. പെരിയാർ പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ചൂർണി എന്ന പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? മുതിരപ്പുഴ പെരിയാറിൻ്റെ പോഷക നദിയാണ്. എന്തെന്ന് പറയുന്നത്? മുതിരപ്പുഴ എന്ന് പറയുന്നത്. മുതിരപ്പുഴ എന്ന് പറയുന്ന ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാറിൻ്റെ പോഷക നദിയാണ്. പെരിയാറിൻ്റെ പോഷക നദികൾ വേറെ ഏതൊക്കെയാണ്? മുല്ലയാർ, മുതിരപ്പുഴ, ഇടമലയാർ, കട്ടപ്പനയാർ, ചെറുതോണിപ്പുഴ, പെരിഞ്ഞാൽകുട്ടിപ്പുഴ എന്നിവയൊക്കെയാണ് പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴയുടെ നീളം. ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ്? ആനമല. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴയുടെ പേരുകളാണ് നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ്. പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പേരാർ എന്നാണ്. അപ്പോൾ പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് പേരാർ എന്നാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ്? പൊന്നാനി തുറമുഖമാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്രോതസ് ഏതാണ്? ആനമലയാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് തിരൂർ നദി എന്ന് പറയുന്നത്. ഏതാണ് പ്രധാന പോഷക നദി? തിരൂർ നദിയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദി എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ. ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. ഈ തിരൂർ പുഴ എന്ന് പറയുന്നത്
വള്ളിലപ്പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് പൊന്നാനിക്ക് സമീപം ഭാരതപ്പുഴയിൽ ചേരുന്നത് കൂടിയാണ് ഈ തിരൂർ പുഴ എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദി കൂടിയാണ് തിരൂർ നദി എന്ന് പറയുന്നത്. ഭാരതപ്പുഴക്ക് ശോകനാശിനി എന്ന പേര് നൽകിയത് ആരാണ്? എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയത് എഴുത്തച്ഛനാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഏതാണ്? പമ്പ നദിയാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 176 കിലോമീറ്റർ ആണ്. ഇതിനെയാണ് ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പമ്പയാണ്. ഇതിൻ്റെ ഉത്ഭവം പുളിച്ചിമല, ഇടുക്കിയിലെ പുളിച്ചിമലയിലാണ്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെയാണ് ഈ പമ്പാ നദി ഒഴുകുന്നത്. അപ്പോൾ പമ്പാ നദിയുടെ ഉത്ഭവം എവിടെയാണ്? പീരുമേട്ടിലെ പുളിച്ചിമലയിലാണ് പമ്പാ നദിയുടെ ഉത്ഭവം. ശബരിമലയുമായി ബന്ധപ്പെട്ട ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്. ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പമ്പാ നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ 4ാം സ്ഥാനമുള്ള നദി ഏതാണ്? ചാലിയാറാണ് 4ാം സ്ഥാനമുള്ള നദി. 169 കിലോമീറ്റർ ആണ് ചാലിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. അപ്പോൾ 200 മേലെ നീളമുള്ള 2 നദികളാണ് ഭാരതപ്പുഴയും പെരിയാറും. പിന്നെ പമ്പ, 3ാം സ്ഥാനമുള്ള പമ്പയുടെ നീളം എന്ന് പറയുന്നത് 176 കിലോമീറ്റർ ആണ്. ചാലിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് 169 കിലോമീറ്റർ ആണ്. ചാലിയാർ നദിയുടെ മറ്റൊരു പേരെന്താണ്? ചാലിയാർ നദിയുടെ മറ്റൊരു പേരാണ് ബേപ്പൂർ പുഴ എന്ന് പറയുന്നത്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നതും ചാലിയാർ നദിയാണ്. ഇത് ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. ഇത് ഒഴുകുന്ന ജില്ലകൾ മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലൂടെയാണ് ഏതൊഴുകുന്നത്? ചാലിയാർ ഒഴുകുന്നത്. ചാലിയാർ പതിക്കുന്നത് അറബിക്കടലിലാണ്. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളാണ് ഇരവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കരിമ്പുഴ, കുതിരപ്പുഴ, കുറുവൻപുഴ, പാണ്ടിപ്പുഴ, നീർപ്പുഴ എന്നിവയെല്ലാം ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളാണ്. കരിമ്പുഴ എന്ന് വിളിക്കപ്പെടുന്ന നദി ഏതാണ്? കടലുണ്ടിപ്പുഴയാണ്. കടലുണ്ടിപ്പുഴയാണ് കരിമ്പുഴ എന്ന് വിളിക്കപ്പെടുന്ന നദി. പമ്പയുടെ ഒരു പോഷക നദി ഏതാണ്? അച്ചൻകോവിലാറാണ്. നമ്മൾ പമ്പയുടെ പോഷക നദികൾ പറഞ്ഞില്ല അല്ലേ? പമ്പയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാറ്, മണിമലയാറ്, അഴുതയാർ എന്നിവയാണ് പമ്പയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. കല്ലടയാർ ഒഴുകുന്ന ജില്ലയാണ് കൊല്ലം. കൊല്ലത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കല്ലടയാർ എന്ന് പറയുന്നത്. മാമാങ്കം ഏത് നദിയുടെ തീരത്ത് വെച്ചായിരുന്നു നടന്നിരുന്നത്? ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു മാമാങ്കം നടന്നിരുന്നത്. 3 പുഴകൾ സംഗമിച്ചുണ്ടാവുന്ന നദിയാണ് മൂവാറ്റുപുഴയാർ. ഏതൊക്കെ നദികളാണത്? കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ 3 പുഴകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? മൂവാറ്റുപുഴയാർ ഉണ്ടാകുന്നത്. ഇനി പെരിയാറിൻ്റെ ഒരു പോഷക നദി അതേതാണ്? മുല്ലയാറാണ്. അപ്പോൾ നമ്മൾ പെരിയാറിൻ്റെ പോഷക നദി പറഞ്ഞു. മുല്ലയാർ, മുതിരപ്പുഴ, ഇടമലയാർ, കട്ടപ്പനയാർ, ചെറുതോണിപ്പുഴ, പെരിഞ്ഞാൻകുട്ടിപ്പുഴ എന്നിവയെല്ലാം എന്തിൻ്റെ പോഷക നദിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു? പെരിയാറിൻ്റെ പോഷക നദിയാണെന്ന് പറഞ്ഞു അല്ലേ? മുല്ലയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? കോട്ടമല കൊടുമുടിയിലാണ് മുല്ലയാറിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ ഏതാണ്? വളപട്ടണം പുഴയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ എന്ന് പറയുന്നത്. വളപട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? പഴശ്ശി അണക്കെട്ടാണ്. വളപട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് പഴശ്ശി അണക്കെട്ട്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി. തുളുനാടിനും മലയാള ഭാഷ സംസാരിക്കുന്നതുമായ പ്രദേശങ്ങൾക്കും ഇടയിലുള്ള പരമ്പരാഗതമായ അതിർത്തിയായി പരിഗണിക്കപ്പെടുന്ന നദി ഏതാണ്? അതും ചന്ദ്രഗിരി പുഴയാണ്. പയസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. അപ്പോൾ പയസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. ഉത്ഭവസ്ഥാനത്ത് പുല്ലുകയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? മണിമലയാറാണ് ഉത്ഭവസ്ഥാനത്ത് പുല്ലുകയാർ എന്നറിയപ്പെടുന്നത്. ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് വാമനപുരം നദിയാണ് ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ പുഴ ഏതാണ്?
കുപ്പം പുഴയാണ് കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ പുഴ. കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദി ഏതാണ്? മീനച്ചിലാറാണ് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദി. മീനച്ചിലയാറിൻ്റെ ഉത്ഭവസ്ഥാനം കുടമുരുട്ടി മലയിൽ നിന്നാണ് മീനച്ചിലയാറിൻ്റെ ഉത്ഭവ സ്ഥാനം. മന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? കുറ്റ്യാടി പുഴയാണ് മന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കുറ്റ്യാടി പുഴയിൽ തന്നെയാണ് കക്കയം ഡാമും സ്ഥിതി ചെയ്യുന്നത്. കരമനയാർ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? കരമനയാർ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നത്? തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് കരമനയാർ ഒഴുകുന്നത്. കർണാടകയിലെ ആനെഗുണ്ടി മലയിൽ നിന്ന് ഉത്ഭവിച്ച് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ശിരിയ നദിയാണ്. ഏത് നദിയാണ്? ശിരിയ നദിയാണ്. തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? തേജസ്വിനി എന്നറിയപ്പെടുന്നത് കാര്യങ്കോട് പുഴയാണ്. കർണാടകത്തിലെ കൂർഗ് വനത്തിനുള്ളിലെ മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാര്യങ്കോട് പുഴ തന്നെയാണ്. കയ്യൂർ രക്തസാക്ഷി മണ്ഡപം ഏത് നദിയുടെ തീരത്താണ്? കാര്യങ്കോട് പുഴയുടെ തീരത്താണ് കയ്യൂർ രക്തസാക്ഷി മണ്ഡപം. കർണാടകയിലെ കൂർഗ് വനത്തിനുള്ളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. തേജസ്വിനി എന്നറിയപ്പെടുന്ന നദിയും കൂടിയാണ് ഏത്? കാര്യങ്കോട്ട് പുഴ എന്ന് പറയുന്നത്. പ്രശസ്തമായ വെള്ളിനെല്ലൂർ ശ്രീ രാമസ്വാമി ക്ഷേത്രം ഏത് നദിക്കരയിലാണ്? ഇത്തിക്കരയാറിലാണ് പ്രശസ്തമായ വെള്ളിനെല്ലൂർ ശ്രീ രാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. നെയ്യാർ നദിയുടെ ഉത്ഭവ കേന്ദ്രം ഏതാണ്? അഗസ്ത്യാർകൂടമാണ് നെയ്യാർ നദിയുടെ ഉത്ഭവ കേന്ദ്രം. മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേരെന്താണ്? മയ്യഴിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാഹിപ്പുഴ എന്നത്. വണ്ണാത്തിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? വണ്ണാത്തിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് പയ്യന്നൂർ പുഴയാണ്. പയ്യന്നൂർ പുഴയാണ് വണ്ണാത്തിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? ഉപ്പളപ്പുഴയാണ്. ഉപ്പളപ്പുഴയാണ് കാസർഗോഡ് ജില്ലയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദി. പ്രസിദ്ധ വെള്ളച്ചാട്ടങ്ങളായ അതിരപ്പള്ളി, വാഴച്ചാൽ എന്നിവ ഏത് നദിയിലാണുള്ളത്? ചാലക്കുടി പുഴയിലാണ് ഉള്ളത്. ഏത്? അതിരപ്പള്ളിയും വാഴച്ചാലും. വിയ്യൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? താണിക്കുടം പുഴയാണ് വിയ്യൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. മച്ചാട്ട് മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മച്ചാട്ട് മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കേച്ചേരി പുഴയാണ്. കേച്ചേരി പുഴയാണ് മച്ചാട്ട് മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കുറ്റിമലയുടെ താഴ്വാരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അഞ്ചരക്കണ്ടി പുഴയാണ്. കണ്ണൂർ ജില്ലയുടെ കുറ്റിമലയുടെ താഴ്വാരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അഞ്ചരക്കണ്ടി പുഴ എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ ഏതാണ്? നീലേശ്വരം പുഴയാണ് കാസർഗോഡ് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ എന്ന് പറയുന്നത്. കൊടുമണിലെ കളരിത്തറക്കുന്ന് എന്ന പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പള്ളിക്കൽ പുഴയാണ്. കൊടുമണിലെ കളരിത്തറക്കുന്ന് എന്ന പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി. എലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോരപ്പുഴ. എലത്തൂർ പുഴ എന്നറിയപ്പെടുന്ന നദി കോരപ്പുഴയാണ്. മൊഗ്രാൽ പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ്? കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് മൊഗ്രാൽ പുഴ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡിലൂടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. കവായി പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിക്കുന്നിൽ നിന്നാണ് കവായി പുഴ ഉത്ഭവിക്കുന്നത്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൻ്റെ ഒരു വശം മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന നദി. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൻ്റെ ഒരു വശം മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന നദിയാണ് മാമം പുഴ. കുയ്യാലിപ്പുഴയുടെ മറ്റൊരു പേരാണ് തലശ്ശേരിപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ തലശ്ശേരിപ്പുഴ, കുയ്യാലിപ്പുഴ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒന്ന് തന്നെയാണ്. ലെപ്റ്റർമ, ബിജു എന്നീ നണ്ടുകൾ കാണപ്പെടുന്ന ഏക നദിയാണ് ചിത്താരിപ്പുഴ എന്ന് പറയുന്നത്. ലെപ്റ്റർമ, ബിജു എന്ന നണ്ടുകൾ കാണപ്പെടുന്ന ഏക നദിയാണ് ചിറ്റാരിപ്പുഴ എന്ന് പറയുന്നത്. തടി വ്യവസായ കേന്ദ്രമായ കല്ലായി സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണ്? കല്ലായി പുഴയുടെ തീരത്താണ്. കണ്ണൂരിലെ 19 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരെന്താണ്? രാമപുരം പുഴ എന്നാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അരിയൂർ നദിയാണ് തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്റർ മാത്രമാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത്.
തലപ്പാടിപ്പുഴ എന്നും അറിയപ്പെടുന്ന പുഴയാണ് മഞ്ചേശ്വരം പുഴ. അതിൻ്റെ ഉത്ഭവം ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ്. അത് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. പതിക്കുന്നത് ഉപ്പള കായലിലാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് കബനിയാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് കബനിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഭവാനിപ്പുഴ എന്ന് പറയുന്നത്. ഭവാനിപ്പുഴയുടെ പോഷക നദിയാണ് ശിരുവാണി നദി എന്ന് പറയുന്നത്. ശിരുവാണി നദി ഏതിൻ്റെ പോഷക നദിയാണ്? ഭവാനിപ്പുഴയുടേതാണ്. പാമ്പാർ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്നാണ് പാമ്പാർ നദിയുടെ ഉത്ഭവം. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം ഏത് നദിയിലാണ് എത്തിച്ചേരുന്നത്? തൊടുപുഴയാറിലാണ് എത്തിച്ചേരുന്നത്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. 100 കിലോമീറ്റർ അധികമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 11 നദികളാണ് കേരളത്തിലുള്ളത്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് എന്തെന്ന് പറയുന്നത്? കുന്തിപ്പുഴ എന്ന് പറയുന്നത്. ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴ കൂടിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ എന്ന് പറയുന്നത്. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പ്രതിപാദിപ്പിക്കുന്ന നദി ഏതാണ്? മീനച്ചിലാറാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്ന് പറയുന്നത് മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ്. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. പൊറ്റേക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴയാണ്. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ കാലടി ഏത് നദീതീരത്താണ്? പെരിയാറിന്റെ നദീതീരത്താണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കളുടെ വിശുദ്ധമായ ശ്മശാനം ഏതാണ്? തിരുവില്ലാമലയിലെ ഐവർ മഠമാണ്. അതുപോലെ മരാമൺ കൺവെൻഷൻ, ചെറുകോൽ പുഴ ഹിന്ദുമത കൺവെൻഷൻ, റാന്നി ഹിന്ദുമത കൺവെൻഷൻ എന്നിവ നടക്കുന്നത് ഏത് നദിയിലെ മണൽപ്പുറത്താണ്? പമ്പ നദിയിലെ മണൽപ്പുറത്താണ്. ആറന്മുള വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും അധികം മത്സ്യവൈവിധ്യവും ജൈവ വൈവിധ്യവും കാണപ്പെടുന്ന നദിയാണ് ചാലക്കുടി പുഴ. കേരളത്തിലെ നെയിൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ നെയിൽ എന്നറിയപ്പെടുന്ന നദി. മുല്ലപ്പെരിയാർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാറിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഉള്ളത്. പ്രാചീന കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? കബനിയാണ് കപില എന്നറിയപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. കാരണം ഇത് കഴിഞ്ഞ് വീണ്ടും ഓരോ നദികളെക്കുറിച്ച് നമ്മൾ തരും. ചിലപ്പോൾ അതിന് വിട്ടുപോകാൻ സാധ്യത ഉള്ളതും അല്ലെങ്കിൽ GK എന്ന പേരിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ.